പ്രിയ കായിക പ്രേമികളെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2022 T20 വേൾഡ് കപ്പിൽ മത്സരത്തിന് സജ്ജരായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഇന്ത്യൻ പാകിസ്ഥാൻ ടീമുകളെയാണ്. ഇന്ത്യൻ ടീമിനെ ആശീർവദിച്ചും പ്രചോദിപ്പിച്ചും ആരാധകർ ആർത്തുവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം ആരാധകർക്ക് അവരുടെ പ്രാണവായു പോലെയാണ്. കളികളോടുള്ള ഭ്രമം രക്തത്തിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അത് വല്ലാത്തൊരു ലഹരിയായിത്തീരും. ഇന്ത്യൻ ജനത ഏറെ ഇഷ്ടപ്പെടുന്ന കായിക വിനോദമാണ് ക്രിക്കറ്റ്. സച്ചിനെ ക്രിക്കറ്റ് ദൈവം എന്ന് വാഴ്ത്തുന്ന ജനത ധോണിയെയും കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും യുവരാജ് സിംഗിനെയും പഴയകാല നായകന്മാരായ അസ്ഹറിനെയും കപിൽ ദേവിനെയുമെല്ലാം ഇപ്പോഴും നെഞ്ചിലേറ്റി നടക്കുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഓരോ മാച്ചുകളും ക്രിക്കറ്റ് ഭ്രാന്തന്മാർക്ക് ഓരോ വിരുന്നുകളാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ എന്നും ആഘോഷിക്കപ്പെട്ട ഉത്സവങ്ങളാണ്. ഓരോ തവണയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടപ്പെടുമ്പോൾ ഓരോ പുതിയ ചരിത്രം ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന മറ്റൊരു ഐതിഹാസിക പോരാട്ടമാണ് ഇത്തവണ T20 വേൾഡ് കപ്പിൽ മെൽബണിൽ അരങ്ങേറിയത്. അതെ, വിരാട് കോഹ്ലി. വിമർശനങ്ങൾ കൊണ്ട് ക്രൂശിക്കപ്പെട്ടവൻ, കളി മറന്നുപോയവനെന്ന് പരിഹാസം കേൾക്കേണ്ടി വന്നവൻ. പക്ഷേ വിമർശകർ അറിഞ്ഞിരുന്നില്ല കനലടങ്ങാത്ത അയാളിലെ പോരാട്ട വീര്യം. കൈവിട്ടുപോയി എന്ന് തോന്നിയ ഒരു മത്സരം സ്വന്തം ചുമലിലേറ്റി ആ പോരാളി കത്തിത്തുടങ്ങി. പിന്നീട് ഒരു കാട്ടുതീ പോലെ കത്തിപ്പടർന്നു. അതിൻ്റെ വെളിച്ചത്തിൽ മെൽബണിൽ ഇന്ത്യ വീണ്ടും ഇതിഹാസം കുറിച്ചു. വിമർശനങ്ങളും പഴികളുമെല്ലാം ഒരൊറ്റ മാച്ച് കൊണ്ട് വിരാട് എന്ന പോരാളി വെറും ചാരമാക്കി തീർത്തു. അതെ, മെൽബണിൽ അരങ്ങേറിയത് ഐതിഹാസികമായ ഒരു മത്സരം തന്നെയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നും ചിരവൈരികൾ തന്നെയാണ്. മത്സരം വേൾഡ് കപ്പിലാകുമ്പോൾ മത്സരത്തിൻ്റെ പിരിമുറുക്കം വർദ്ധിക്കും, ആകാംക്ഷ കൂടും, ആവേശം ചിലപ്പോൾ അതിരുകടക്കും. ഇരു ടീമുകളെ സംബന്ധിച്ചും ഇന്ത്യ പാക് പോരാട്ടങ്ങൾ എന്നും ഇരു രാജ്യങ്ങളുടെ അഭിമാനത്തിൻ്റെ പോരാട്ടങ്ങൾ കൂടിയാണ്. മെൽബണിൽ ഇരു ടീമുകളും വീണ്ടും ഒരു അഭിമാന പോരാട്ടത്തിനായി ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമുകളും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ആരാധകരും പ്രതീക്ഷിച്ചിരുന്നില്ല. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പാകിസ്ഥാനെ ബാറ്റിങ്ങിനയച്ചു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ത്യൻ ബൗളർമാർ പാക് ബാറ്റിംഗ് നിരയെ വരിഞ്ഞു മുറുക്കി. എങ്കിലും പാക് ടീം 158 എന്ന ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിനായി ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലെ രോഹിത് ശർമ്മയെയും രാഹുലിനെയും നഷ്ടമായി. ബാറ്റിങ്ങിൽ ഇന്ത്യ താളം തെറ്റി എന്ന് തുടങ്ങിയിടത്താണ് കോഹ്ലി ചാരത്തിൽ നിന്നും കനലായി പിറക്കുന്നത്. അതു പിന്നെ തീയായി. തീ പിന്നെ കാട്ടുതീയാവുകയും പാകിസ്ഥാൻ്റെ വിജയസ്വപ്നങ്ങളെ വിഴുങ്ങുകയും ചെയ്തു. വിരാട് കോഹ്ലി എന്ന പോരാളി തഴയപ്പെട്ടവർക്കും പരിഹസിക്കപ്പെടുന്നവർക്കും തരം താഴ്ത്തപ്പെട്ടവർക്കും എഴുതുതള്ളപ്പെട്ടവർക്കുമെല്ലാമുള്ള ഒന്നാന്തരമൊരു പ്രചോദനാത്മകമായ ഉദാഹരണമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ നെഞ്ചിനകത്ത് പോരാട്ടത്തിൻ്റെ കനലുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തടഞ്ഞു വെക്കുവാനാകില്ല, തോൽപ്പിക്കാനും കഴിയില്ല. ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാലം ഇതുപോലെ ഒരിക്കൽ നിങ്ങളുടെ പേരും ഉറക്കെ വിളിച്ചു പറയിപ്പിക്കുക തന്നെ ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കും സ്റ്റോറികൾക്കുമായി നമ്മുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.